ജൂബീസ് ക്രിയേറ്റീവ് ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് ചങ്ങലംപരണ്ട പ്ലാന്റാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, ബോൺ സെറ്റർ പ്ലാന്റ്. ഇതിൻ്റെ നമ്മൾ കുറച്ച് എണ്ണ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ തൈലം, അതിന് വേണ്ടി നമ്മൾ കുറച്ച് തണ്ടുകൾ മുറിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ തണ്ടുകൾ മുറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഒത്തിരി മൂത്ത് പോയതാവരുത്, അതുപോലെ തന്നെ തീരെ ഇളം തണ്ടും ആവരുത്, മീഡിയം ടൈപ്പാണ് എപ്പോഴും നല്ലത്. അപ്പോൾ കുറച്ച് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കട്ട് ചെയ്യുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്, അതിൻ്റെ ഇടയ്ക്കുള്ള ആ ജോയിൻറ്റില്ലേ ആ ഭാഗം മാറ്റണം. ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒത്തിരി മൂത്താണെങ്കിൽ ഭയങ്കര ബലമായിരിക്കും. ഇതിപ്പോൾ നല്ല മുറിക്കാൻ എളുപ്പമാണ്. ഈ ജോയിൻറ്റ് നമ്മൾ മാറ്റിക്കളയണം. നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. എന്ന ശേഷം നമ്മൾ ഇതെല്ലാം മൊത്തം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിന് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ചതുരത്തിൽ ആണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ചതുരവള്ളി എന്ന് പറയാറുണ്ട്, അസ്ഥി സംഹാരി എന്ന് പറയാറുണ്ട്, ഹഡ്ജോർ, ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് എവിടെയും വളർത്താൻ പറ്റും. അപ്പം നമുക്കിത് അരിഞ്ഞെടുക്കാൻ പോവുകയാണേ. അരിഞ്ഞെടുക്കാനായിട്ട് ചെറിയതായിട്ട് അരിഞ്ഞെടുക്കുക. കുറച്ച് ഇല കൂടെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. അരിഞ്ഞെടുത്തിട്ട് നമുക്കിത് എന്താ ചെയ്യുക, മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് 1 കിലോ കാണും. ഇത് ഞാൻ മൊത്തം അരിഞ്ഞെടുത്തിട്ടുണ്ട്. നന്നായി കഴുകിയിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ അരിഞ്ഞെടുത്തിട്ട് ഇത് നമുക്കിനി മിക്സിയുടെ ജാറിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം. അപ്പോൾ നന്നായിട്ട് ഗ്ലൗസ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ നല്ല ചൊറിയോട്ടോ കൈ, നല്ല കട്ടിയുള്ള ഗ്ലൗസ് തന്നെ ഉപയോഗിക്കണം. അരിച്ചിട്ട് ഇങ്ങനെ വേണം പിഴിഞ്ഞെടുക്കാൻ. ഇത് തോർത്തിലിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുത്താൽ നല്ലതുപോലെ അതിൻ്റെ നീര് നമുക്ക് നല്ലതുപോലെ കിട്ടും. അതായത് നമ്മൾ നല്ലെണ്ണയിലാണ് ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ 400 മില്ലി നല്ലെണ്ണ എടുത്താൽ നമ്മുടെ ഇത് 400 മില്ലി എടുക്കണം. അതായത് ഈ ചങ്ങലമരൻ്റെ ഈ സത്ത് അത് 400 മില്ലിയാണ് എടുക്കുക. ഒത്തിരി വെള്ളം ചേർത്ത് അരയ്ക്കരുത് കേട്ടോ, വളരെ കുറച്ച് വെള്ളം ചേർത്ത് അരയ്ക്കാവുള്ളൂ. അപ്പോൾ അരച്ച് വെച്ച ഇതാണ്. ഇത് നമ്മളിത് അരിച്ച് എടുത്ത് അപ്പോൾ ഇത്രയും ഉള്ളത്. പിന്നെ നമ്മൾ കുറച്ച് പിച്ചട്, ഇതിന് കൽക്കം എന്ന് പറയും കേട്ടോ, പിച്ചട് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പിച്ചട് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒഴിക്കാൻ പോകുന്ന സാധനം എന്താണ്, ചെന്നിനായകമാണ് കേട്ടോ. 10 ഗ്രാം ചെന്നിനായകം മേടിച്ചിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് ഉരുക്കിയെടുത്തതാണ്. അപ്പോൾ ആ കൽക്കത്തിൻ്റെ കൂടെ അത് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി അപ്പം നമ്മൾ എണ്ണ കാച്ചാനായിട്ട് ഒരു നല്ല കട്ടിയുള്ള ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നല്ലെണ്ണ, എള്ളെണ്ണ ആയിരിക്കണം കേട്ടോ, എള്ളെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇവിടെ 400 മില്ലിയാണ് ഞാൻ എടുക്കുന്നത്, 200 മില്ലിയുടെ 2 ബോട്ടിൽ. അപ്പോൾ അതെടുത്തിട്ട് അപ്പോൾ ഈ എണ്ണ ഒന്ന് ചൂടായി വന്നോട്ടെ. ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ എടുത്തു വെച്ചില്ലേ ആ കൽക്കവും പിന്നെ ചെന്നിനായകം കൂടി ചേർത്ത് വെച്ചിട്ടില്ലേ, അത് വേണം ആദ്യം ഇട്ട് കൊടുക്കാനായിട്ട്. അത് കുറച്ച് മതി കേട്ടോ, ഒത്തിരി വേണ്ട. അപ്പോൾ നല്ലപോലെ ചൂടായിട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് ഇത്തിരി നേരം എണ്ണയിൽ ജസ്റ്റ് അത് ഒത്തിരി മൂക്കണ്ട, എണ്ണയിൽ അതൊന്ന് മിക്സായി കഴിയുമ്പോൾ നമുക്ക് ബാക്കി ഉള്ള നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ സത്തില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ചെടി വളർത്താൻ ഞാൻ പറഞ്ഞല്ലോ, ഇത് എവിടെയും നമ്മുടെ അടുക്കളത്തോട്ടത്തിലോ ഗാർഡനിലോ ഒക്കെ വളർത്താം. അപ്പോൾ നമ്മൾ കൽക്കം ഇട്ട് കൊടുത്തിട്ട് ഒരിത്തിരി അതിനകത്തൊക്കെ സ്പ്രെഡായി മിക്സ് ആയിട്ടുണ്ട്. പിന്നെ ഇത് അറിയാമല്ലോ, എല്ലുകൾ ഒടിഞ്ഞാൽ കൂട്ടിച്ചേർക്കുന്ന ഒരു പ്ലാന്റാണിത്. അതുകൊണ്ടാണ് ഇതിനെ ബോൺ സെറ്റർ പ്ലാന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സന്ധിവേദന, മാംസപേശി വേദന, ഇതിനൊക്കെ ഈ തൈലം പുരട്ടിയാൽ മതി. എല്ലാവർക്കും നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അതിൻ്റെ ചാറാണ്ട് എന്ത് ഗ്രീൻ കളറാണെന്ന് കണ്ടോ, അത് നമ്മുടെ എണ്ണയ്ക്കകത്ത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ട് ഒഴിക്കണം, കാരണം നന്നായിട്ട് ഇത് മിക്സ് ആവണമല്ലോ. ഇനി നമ്മൾ എന്താ പറയുക, ഇത് ഒരു മീഡിയം തീയിലിട്ടിട്ട്, ഒത്തിരി തീ കൂട്ടിയിടരുത്, മീഡിയം തീയിലിട്ടിട്ട് ഇത് നല്ലതുപോലെ ഇളക്കി വറ്റിച്ചെടുക്കണം. അതായത് ഇതിൻ്റെ ജലാംശം എല്ലാം വറ്റി എണ്ണ നന്നായിട്ട് തിരിയണം. എണ്ണ തിരിയാന്ന് പറഞ്ഞാൽ നമ്മളത് ഇങ്ങനെ കോരി നോക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ, കയ്യിലിട്ട് തിരുമുമ്പോൾ അത് എന്താ പറയുക, ഇങ്ങനെ ഒരു നല്ല മണൽത്തരി പോലെ ഇരിക്കണം. അതാണ് ഇതിൻ്റെ ഒരു പരുവം. കണ്ടോ, ഇത് എണ്ണ ആയി വന്നു തുടങ്ങി. അപ്പോൾ നമുക്കിത് വീട്ടിലുണ്ടാക്കി വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ വേദനകളൊക്കെ വരുമ്പോൾ ഉപയോഗിക്കാം. അത് മാത്രമല്ല, ഇത് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി കഴിക്കാം. ഇതാ കണ്ടോ, നമ്മുടെ എണ്ണ ഏകദേശം ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊന്ന് ഇത് എടുത്ത് നോക്കാം. ഇപ്പോൾ നമുക്കിത് അടുപ്പ് ഓഫ് ചെയ്യാം കേട്ടോ. ഇത് കറക്റ്റാണോ എന്നറിയാം, ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്യാം. ഒരു തുണിയുടെ തിരി തീർത്തെടുക്കുക, ഒരു കോട്ടൺ തുണി, എന്നിട്ട് അത് നമ്മളൊരു തീയിൽ കാണിച്ചിട്ട് ഒന്ന് കത്തിച്ച് കഴിയുമ്പം ഒട്ടും പൊട്ടലില്ലാതെ നന്നായിട്ട് കത്തുന്നുണ്ടെങ്കിൽ ആ എണ്ണ പാകമാണ്. അതിൻ്റെ പരുവും വളരെ പ്രധാനപ്പെട്ടതാണ്. മൂപ്പ് കുറഞ്ഞു പോകരുത്, ഒത്തിരി കൂടിയും പോകരുത്. ഇത് കരിഞ്ഞു പോയാൽ ഇത്
മൂപ്പ് കൂടിപ്പോവും. അപ്പോൾ ഇത് നമ്മളൊന്ന് തിരിയൊന്ന് കത്തിക്കുവാണ്. ഇത് എണ്ണയിൽ മുക്കിയിട്ട് തിരിയൊന്ന് എണ്ണയിൽ നമ്മൾ ഉണ്ടാക്കി എണ്ണയിൽ മുക്കിയിട്ട് കത്തിക്കുന്നത് കണ്ടോണേ. ഇതാ കണ്ടോ, ഒരു പൊട്ടലും ഒന്നുമില്ല, ഈസി ആയിട്ട് കത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ കറക്റ്റ് പരുവത്തിലാണ്. അപ്പോൾ ഇതിന് മുമ്പ് ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്നുകൂടി ഡോക്ടറോട് ചോദിച്ചിട്ട്, ഡോക്ടർ മീതു എന്ന ആയുർവേദ ഡോക്ടറോട് ചോദിച്ചിട്ടും കൂടിയാണ് ഞാനിത്, അവരുടെ നേതൃത്വത്തിലാണ് ഇത് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കി ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഉള്ളിൽ കഴിക്കുകയാണെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ അതിൻ്റെ അളവൊക്കെ ചോദിച്ചിട്ടേ ചെയ്യാവുള്ളൂ. ചമ്മന്തിപ്പൊടിയായിട്ടൊക്കെ നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുമ്പോൾ വളരെ കുറച്ച് മാത്രമേ ഇത് ആഡ് ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ ചമ്മന്തി അരയ്ക്കുമ്പോഴാണെങ്കിലും തീരെ കുറച്ച് മാത്രം ഇത് ചേർക്കാവുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, അതുപോലെ തന്നെ ഷെയർ ചെയ്തേക്കണേ. നിങ്ങളുടെ കമൻറ്റുകൾ തീർച്ചയായിട്ടും അറിയിക്കണം. തണുത്ത ശേഷം അരിച്ചെടുത്ത് നമുക്കിത് കയ്യിൽ എടുത്തിട്ട് അതിൻ്റെ സ്മെല്ലും നിറമൊക്കെ ഒന്ന് നോക്കാം. കണ്ടോ, നല്ലൊരു നിറമാണ്, നല്ല സ്മെല്ലുമാണ് കേട്ടോ. ഇത് കൂട്ടുകാർക്കും അതുപോലെ തന്നെ നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അവർ കുറച്ച് ഇതങ്ങോട്ട് കൊണ്ടുപോകും. പക്ഷേ നമുക്കതൊക്കെ സന്തോഷമല്ലേ. അപ്പോൾ നിങ്ങൾ പറ്റുന്നവരൊക്കെ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബായ്.